തീർച്ചയായും തിയോഫിനിലേക്ക് തന്നെ എത്താൽ. തിയോഫിൻ, നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, ഒരു സ്ത്രീ അവൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള പുരുഷൻ്റെ ആധിപത്യത്തിൻ്റെ കടന്നാക്രമണമാണ്. കുറ്റം ചെയ്ത് ഒരു പ്രതി പിടിയിലാകുന്ന ഘട്ടത്തിൽ പോലും ആ പ്രതിയെ ന്യായീകരിക്കാനായി രംഗത്ത് വരുമ്പോഴും കാരണം കണ്ടെത്തുന്നത് ഇരയാക്കപ്പെട്ടവളുടെ, ആക്രമണത്തിനിരയായവളുടെ വസ്ത്രധാരണമാണ് എന്ന വിചിത്രമായ അപരിഷ്കൃതമായ വാദം, അതും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരാൾ പറയുന്നു. അവിടെയാണ് ഹണി റോസിൻ്റെ ഈ പ്രതികരണം കൂടുതൽ പ്രസക്തമാകുന്നത്. യോഫിൻ. അജിംഷാദ്, തീർച്ചയായും അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അല്ലെങ്കിൽ ഹണി റോസ് നേരത്തെ കഴിഞ്ഞ ദിവസം തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കാര്യം കൂടി, ഇതൊരു പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിയുമായി ഹണി റോസ് മുന്നോട്ട് പോയത്. കാരണം തനിക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ എന്ന ഒരു വ്യക്തിക്കെതിരെ, അല്ലെങ്കിൽ ആ ഒരു വ്യവസായിക്കെതിരെ മാത്രമുള്ള ഒരു പോരാട്ടമല്ല ഇത്. തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കപ്പെടുന്ന സമൂഹത്തിൽ പലർക്കുമിടയിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ അധിക്ഷേപത്തിന് ഇരയാകുന്നു. അങ്ങനെ ഇരയാക്കപ്പെടുന്നവർക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ദുരുപയോഗം ചെയ്ത് അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ കൂടിയാണ് ഈ പോരാട്ടം. ആ വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഹണി റോസ് നൽകിയ പരാതിയുടെ ഒരു ഏറ്റവും ഒരു പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൽ ഒരു നിർണായക നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇത്തരക്കാർക്കെതിരെ ഒരു വലിയൊരു വാണിംഗ് നിയമ അല്ലെങ്കിൽ ജുഡീഷ്യറി അത് നൽകേണ്ടതുണ്ട്. അതാണ് ഈ സന്ദേശം. തന്നെയുമല്ല, ഈ ബോബി ചെമ്മണ്ണൂർ തുടങ്ങി വെച്ച ഇത്തരത്തിൽ ദ്വയാർത്ഥ പരാമർശങ്ങളാണ്. അതായത് അതിൽ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ വാദിക്കുന്നതിനൊരു കാരണം മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിച്ചതെന്നാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ വാക്കുകൾ, അയാളുടെ വീഡിയോകൾ കാണുമ്പോൾ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇയാൾ ദുരുദ്ദേശപരമായി തന്നെയാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയതെന്ന്. പക്ഷേ അതിൽ നിന്ന് കൃത്യമായ വാക്കുകൾ എണ്ണി പറയുമ്പോൾ അതിൽ മോശം വാക്കുകളില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ കഴിയുമെങ്കിലും ഈ വീഡിയോ ആകമാനമായും അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തിട്ടുള്ള അഭിമുഖങ്ങളും എല്ലാം ഈ തെറ്റായ സന്ദേശം, അല്ലെങ്കിൽ അയാൾ ഒരു ലൈംഗിക ചുവയോടുകൂടിയ ലൈംഗിക അധിക്ഷേപം ഉൾപ്പെടുന്ന ദ്വയാർത്ഥ പരാമർശം നടത്തിയെന്നത് കാണുന്നവർക്കെല്ലാം വ്യക്തമാകുന്നതാണ്. അത്തരത്തിലുള്ള സന്ദേശം നൽകിയതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ആസ്വദിക്കുന്ന കുറേ പേരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട്, ഒരു ബോബി ചെമ്മണ്ണൂർ ഫാൻസ് ഉണ്ട്. അത്തരക്കാരെല്ലാം പലയിടത്തു നിന്നായി ഇത്തരം ഇയാളുടെ വീഡിയോകളിൽ അവർ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ ഇട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ നിലപാട്, അത് പ്രത്യേകിച്ച് നിയമപരമായ അറിവ് കൂടിയുള്ള രാഹുൽ ഈശ്വർ ആ നിലപാട് ആവർത്തിക്കുന്നു എന്നത് ബോധപൂർവമായ ചില താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. കാരണം ആ രീതിയിലാണ് പിന്നീടും അദ്ദേഹം പ്രതികരിക്കുന്നത്.